ആ കലാസൃഷ്ടിക്കെതിരായിട്ട് രൂപപ്പെട്ടു വരുന്ന പ്രതിഷേധത്തിനകത്തുള്ളടങ്ങിയിട്ടുള്ള ഒരു വിവാദമുണ്ടല്ലോ, അത് വർഗീയ വിദ്വേഷമാണ് എന്ന് മനസ്സിലാക്കുന്ന സൊസൈറ്റി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ കലാസൃഷ്ടിക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെയാണ് ബോധ്യപ്പെടേണ്ടത്. അതിനെ ബോധ്യപ്പെട്ടുകൊണ്ട് കേരളം നൽകുന്ന പിന്തുണയിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ഫൈറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ BJP-ക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, കേന്ദ്ര സർക്കാരും ആവശ്യപ്പെട്ടിട്ടില്ല, സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടില്ല, ആരും തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. സ്വമേധയാവെന്ന് ഖേദം പ്രകടിപ്പിക്കുന്നു, സ്വമേധയാ റീ എഡിറ്റിങ്ങിന് തയ്യാറാകുന്നു. അവർക്ക് അവരുടേതായ ഗതികേടുണ്ടാവും, ഞാനതൊന്നും തള്ളിക്കളയുന്നില്ല. ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഫാസിസം എപ്പോഴും പ്രവർത്തിക്കുക. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഭയത്തിനെതിരായി പ്രതിരോധം സൃഷ്ടിക്കാനൊരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ആ പിന്തുണയിൽ ഉറച്ചു നിന്നുകൊണ്ട് ചില ഫൈറ്റ് നടത്താൻ കലാകാരന്മാർക്ക് ബാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അവസാനമുണ്ടായൊരു വിവാദം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് എസ് ഹരീഷിൻ്റെ മീശ എന്നുള്ള നോവലാണ്. ആ മീശ എന്നുള്ള നോവലിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീശയിലെ ഒരു വാക്കുപോലും എസ് ഹരീഷ് പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതൊരു വലിയ കേസായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് ഹരീഷിൻ്റെ നോവൽ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചില്ലേ? ഒരു പ്രസാധക സംഘം അതിന് മുന്നിലോട്ട് ഇറങ്ങി വന്നില്ലേ? ആ പ്രസാധക സംഘം എടുക്കുന്ന റിസ്ക് എത്ര ചെറുതാണോ? അവർക്ക് അവരുടെ എല്ലാ ഷോറൂമുകളും എല്ലാ ജില്ലകളിലുമുണ്ട്. ഏതെങ്കിലും ഒരു ഷോറൂം ആക്രമിക്കപ്പെടാം, ഏതെങ്കിലും ഒരു ഷോറൂം കത്തിക്കപ്പെടാം. എസ് ഹരീഷിന് തന്നെ വ്യക്തിപരമായി അപകടകരമായിട്ടുള്ള എത്ര മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്, എത്ര ത്രെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ തീരുമാനിച്ചത്? ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് എഴുതുന്നത്. ഉത്തമ ബോധ്യത്തിൽ നിന്ന് നിങ്ങളൊരു കലാസൃഷ്ടി നടത്തിയാൽ ആ ബോധ്യമുള്ളിടത്തോളം കാലം നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിന്നുകൊണ്ട് പോരാടാൻ തയ്യാറാകണം. അതിനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്രമുള്ള സമൂഹമാണെന്നേ കേരളം.